ഇന്ന് നമ്മളെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന 2 വ്യത്യസ്തങ്ങളായിട്ടുള്ള ഹെയർ ഡേ ആണ് കേട്ടോ കാണിക്കുന്നത്. എത്ര തിരക്ക് പിടിച്ചവരാണെങ്കിലും ഈ ഒരു പൊടി നിങ്ങൾ വീട്ടിൽ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ ഒരു ഫംഗ്ഷനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മുടിയൊക്കെ ഒന്ന് കറുപ്പിച്ചെടുക്കണമെങ്കിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ ബ്രഷ് ഉപയോഗിച്ച് ആ ഒരു പൊടി നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്തിട്ട് സാധാരണ പോലെ തന്നെ നിങ്ങൾക്ക് കോമ്പ് ചെയ്തിട്ട് പുറത്തേക്ക് പോകാനും ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനും ഒക്കെ കഴിയും. അപ്പോൾ ആ ഒരു പൊടി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ ഇൻസ്റ്റൻറ്റ് ഹെയർ ഡേ തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമ്മൾ ഒരേ അളവിൽ ഉലുവയും കരിഞ്ജീരകവുമാണ് എടുത്തേക്കുന്നത്. ഞാൻ അളവുകളൊന്നും പറയുന്നില്ല. ഈ പൊടി നിങ്ങൾക്ക് എത്ര കാലം വേണമെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ. എടുക്കുമ്പോൾ ഒരേ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. എത്രത്തോളം ഉലുവ നിങ്ങൾ എടുക്കുന്നോ അതേ അളവിൽ തന്നെ കരിഞ്ജീരകവും എടുക്കണം. നമുക്കറിയാം ഉലുവയും കരിഞ്ജീരകവും ഒക്കെ നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്കും മുടി കറുപ്പിക്കാനും ഒക്കെ സഹായിക്കുക എന്നുള്ളത്. ഈ ഒരു ഹെയർ ഡേയിലേക്ക് കരിഞ്ജീരകവും കൂടെ എടുത്തിരിക്കുന്നത് കൊണ്ട് നമ്മുടെ മുടിയിൽ താരൻ്റെയൊക്കെ ശല്യം ഉണ്ടെങ്കിൽ ഒറ്റ ഉപയോഗത്തിൽ തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരുന്ന ഉലുവയും കരിഞ്ജീരകവും ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഉണക്കനെല്ലിക്കയാണ് കേട്ടോ. ഞാനൊരു 6-7 എണ്ണം എടുത്തിട്ടുണ്ട്. ഞാനിത് ഓൺലൈനായിട്ട് വാങ്ങിയതാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. താല്പര്യമുള്ളവർക്ക് അതുവഴി പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഉണക്കനെല്ലിക്കയും കൂടെ ചേർത്തിട്ട് ഈ 3 ഇൻഗ്രീഡിയൻസും നല്ലപോലെ നമുക്ക് ചൂടാക്കി ഒന്ന് കറുപ്പിച്ചെടുക്കണം. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് സമയമെടുത്ത് വറുത്ത് വേണം കേട്ടോ ഇതിൻ്റെ കളറ് ചേഞ്ച് ചെയ്ത് കറുപ്പ് കളറിലേക്ക് കൊണ്ടുവരാനായിട്ട്. ഹൈ ഫ്ലെയിമിലിട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തീ കയറിയിട്ട് കരിഞ്ഞു പോകും. അങ്ങനെ ചെയ്തെടുക്കരുത്. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫലം നമ്മുടെ ഹെയർ ഡേക്ക് കിട്ടില്ല. അപ്പോൾ നമ്മൾ സമയമെടുത്ത് തന്നെ വറുത്തെടുക്കണം. ഇപ്പം നമ്മളെടുത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ നല്ലപോലെ കളർ ചേഞ്ച് ആയിട്ട് ഒരു ഗോൾഡൻ കളറിലേക്ക് വന്നിട്ടുണ്ട്. ഇതുപോലെ പതുക്കെ നമ്മൾ സമയമെടുത്തിട്ട് വേണം കേട്ടോ ഇത് വറുത്തെടുക്കാനായിട്ട്. ഏകദേശം ഒരു 10 മിനിറ്റ് കൊണ്ട് എല്ലാം തന്നെ നല്ലപോലെ വറുത്ത് ആ ഒരു കളറെല്ലാം ചേഞ്ച് ആയി ബ്ലാക്ക് കളറിലേക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1-2 ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർത്ത് കൊടുക്കണം. ആദ്യം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ്. ഇത് ഞാൻ വീട്ടിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ള മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ ഇതുപോലെ നമ്മൾ വീട്ടിൽ തയ്യാറാക്കി എടുക്കുന്ന മഞ്ഞൾപ്പൊടിയാണ് നല്ലത്. പലർക്കും തോന്നാം നമ്മൾ ഹെയർ ഡേയിലേക്ക് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടാൽ മുടി പൊഴിഞ്ഞു പോകുമോ എന്നുള്ളത്. ഇല്ല കേട്ടോ. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂണോളം ഹെന്ന പൗഡറാണ്. നിങ്ങൾ ഏത് ബ്രാൻഡാണ് യൂസ് ചെയ്യുന്നത് അതേ ബ്രാൻഡിൻ്റെ തന്നെ നമുക്ക് ഹെന്ന പൗഡറും ഇതിലേക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് നമ്മൾ എടുത്തിരിക്കുന്ന ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയുടെ ചൂടിലിരുന്നിട്ട് ഒന്നുകൂടെ ഒന്ന് കറുത്ത് കിട്ടും കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മൾ ഫ്ലെയിം ഒന്നും ഓൺ ആക്കുന്നില്ല. ഇരുമ്പ് ചീനച്ചട്ടിയുടെ ചൂടിലാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുത്ത പൊടികളൊക്കെ ഒന്ന് വറുത്ത് കിട്ടുന്നത്. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇത് തണുക്കാനായിട്ട് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. തണുത്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ പൊടിച്ചെടുക്കാനായിട്ട് പോകുന്നത്. ഇതുപോലെ നല്ല രീതിയിൽ തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് മാറ്റി പൊടിച്ച് വെക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് പൊടിച്ച് വെക്കാനായിട്ട് സമയമില്ലെങ്കിൽ ഇതുപോലെ റെഡിയാക്കിയിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ള ബോക്സിലാക്കി സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി. ആവശ്യമുള്ള സമയത്ത് കുറച്ചെടുത്ത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്ത് പൊടിച്ചിട്ട് നമുക്ക് ഹെയർ ഡേ തയ്യാറാക്കാം. ഞാനെപ്പോഴും പൊടിച്ചിട്ടാണ് കേട്ടോ ബോക്സിലാക്കി സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. പൊടിക്കാൻ എടുക്കുന്ന മിക്സിയിലൊന്നും ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ നനവ് പാടില്ല. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു പൊടി കുറേ കാലം സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് കഴിയുകയുള്ളൂ. ഇപ്പം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ട് നല്ലപോലെ പൊടിച്ച് ഫൈൻ പൗഡറായിട്ടാണ് കേട്ടോ എടുക്കുന്നത്. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ വേണം പൊടിച്ചെടുക്കാനായിട്ട്. വേണമെങ്കിൽ നിങ്ങൾക്കിതൊന്നുകൂടി അരിച്ചെടുക്കാവുന്നതാണ്. ഞാൻ അരിക്കാറൊന്നുമില്ല കേട്ടോ. ഇതുപോലെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. വെറുതെ നമ്മൾ ഈ ഒരു പൊടി കയ്യിലിട്ടിട്ട് ഇങ്ങനെ ഒന്ന് ആക്കിയാൽ പോലും നല്ലപോലെ കളർ നമ്മുടെ കൈക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഹെയർ ഡേ ആയിട്ട് തയ്യാറാക്കി തലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ എത്രത്തോളം എഫക്റ്റ് ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുമല്ലോ. അത്രയ്ക്ക് എഫക്റ്റീവായിട്ടുള്ള ഒരു പൊടിയാണ് ഇപ്പം നമ്മൾ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഇതുപോലെയുള്ള ബോക്സിലാക്കിയിട്ട് നമുക്ക് ഈ ഒരു പൊടി എത്ര കാലം വേണമെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എടുക്കുന്ന മിക്സിയുടെ ജാറിലും സ്റ്റോർ ചെയ്യുന്ന ബോക്സിലുമുള്ള വെള്ളത്തിൻ്റെ നനവ് പാടില്ല. ഇനി നമുക്ക് ഈ ഒരു പൊടി ഉപയോഗിച്ചിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഹെയർ ഡേ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു ഡെക്കോഷൻ തയ്യാറാക്കിയെടുക്കണം. ഒരു സോസ് പാനിലേക്ക് 1 ഗ്ലാസ് വെള്ളമാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം തേയിലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന ഏത് ബ്രാൻഡ് വേണമെങ്കിലും എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ ഹെയർ ഡേ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ജലദോഷമോ നീർവീക്കമോ ഒന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് 2-3 പനിക്കൂർക്കയുടെ ഇല കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ലതുപോലെ തിളപ്പിച്ച് നമ്മൾ എടുത്തിരിക്കുന്ന 1 ഗ്ലാസ് വെള്ളം 1/2 ഗ്ലാസ് ആയിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. നമ്മളെടുത്ത തേയിലയും പനിക്കൂർക്കയുടെ ഇലയും ഒക്കെ നല്ലതുപോലെ തിളച്ച് അതിൻ്റെ എസൻസ് ഒക്കെ ആ ഒരു വെള്ളത്തിലേക്ക് വന്ന് 1/2 ഗ്ലാസ് ആയി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കി അരിച്ച് ആ ഒരു വെള്ളം മാത്രമായിട്ട് നമുക്ക് എടുക്കാം. ഇനി ഈ ഒരു ഡെക്കോഷൻ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഹെയർ ഡൈ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു വെള്ളം ഒരുപാട് അങ്ങ് തണുത്ത് പോകേണ്ട, ഒരു മീഡിയം ചൂടിലുമാണ് നമ്മൾ ഹെയർ ഡൈ സെറ്റാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹെയർ ഡൈ തയ്യാറാക്കാനായിട്ട് നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന പൊടിയുണ്ടല്ലോ, അതിൽ നിന്ന് 1 ടേബിൾ സ്പൂണോളം നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഇനി ഇതിലേക്ക് നമുക്ക് ഇൻഡിഗോ പൗഡറാണ് കേട്ടോ വേണ്ടത്. നമ്മുടെ നീലാംബരിയുടെ പൊടി ഉണ്ടല്ലോ, അതും 1 ടേബിൾ സ്പൂണോളം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 പൊടിയും നല്ലപോലെ ഈവനായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഡെക്കോഷൻ കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ആ ഒരു ഹെയർ ഡേയുടെ കൺസിസ്റ്റൻസിയിൽ നമുക്ക് സെറ്റാക്കി എടുക്കാം. ഇൻഡിഗോ പൗഡർ നല്ലപോലെ നമ്മുടെ മുടിയിലേക്ക് പിടിച്ച് കിട്ടാനാണ് കേട്ടോ നമ്മളെടുക്കുന്ന ഡെക്കോഷൻ ചെറിയൊരു ചൂടിൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. ഇതുപോലെ കുറേശ്ശെയായിട്ട് ഒഴിച്ച് നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഏകദേശം നമ്മുടെ ഹെയർ ഡൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ട് നമുക്കിത് മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു ഹെയർ ഡൈ നമുക്ക് ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാവുന്നതാണ്. ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ മുടിയിൽ ഒട്ടും തന്നെ എണ്ണമെഴുക്ക് പാടില്ല. ഷാമ്പു വാഷ് ചെയ്ത് ഉണങ്ങിയ മുടിയിലേക്ക് നമ്മൾ ഈ ഒരു ഹെയർ ഡൈ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് മൈൽഡ് ആയിട്ടുള്ള ഷാമ്പു ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്യാവുന്നതാണ്. തുടക്കക്കാർക്കൊക്കെ ആഴ്ചയിൽ 3 ദിവസമൊക്കെ അപ്ലൈ ചെയ്ത് കഴിയുമ്പം 1 മാസത്തിനുള്ളിൽ നമ്മുടെ എല്ലാ മുടിയും നല്ല പോലെ കറുത്ത് കിട്ടും. അതിനുശേഷം നമുക്ക് ആഴ്ചയിൽ 1 പ്രാവശ്യം എന്ന രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് നീലാംബരിയൊക്കെ അലർജി ഉള്ളവരാണ്, അല്ലെങ്കിൽ അരമണിക്കൂറൊക്കെ ഡൈ ചെയ്ത് വെക്കാനുള്ള സമയമില്ല, ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്നൊരു പുറത്തേക്കൊക്കെ പോകണമെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഹെയർ ഡൈ ചെയ്യാവുന്നതാണ്. അതിനായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന പൊടി ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1-2 ടേബിൾ സ്പൂണോളം അലോവേര ജെല്ലും കൂടെ ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അലോവേര ജെല്ലിന് പകരമായിട്ട് നോൺ സ്റ്റിക്കി ആയിട്ടുള്ള ഏത് ഓയിൽ വേണമെങ്കിലും ഒഴിക്കാവുന്നതാണ് കേട്ടോ. പാരച്യൂട്ട് ഓയിലൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇതേ നമ്മുടെ ഹെയർ ഡൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു ബ്രഷിൽ കുറേശ്ശെ എടുത്തിട്ട് നരയുള്ള ഭാഗത്തൊക്കെ തേച്ച് കൊടുത്ത് സാധാരണ പോലെ തന്നെ നമുക്ക് മുടി ചീകിയതിന് ശേഷം പുറത്തൊക്കെ പോകാവുന്നതാണ്. എങ്ങും ഒട്ടിപ്പിടിക്കുകയോ ഒലിച്ചിറങ്ങുകയോ ഒന്നും ചെയ്യില്ല. ഈ ഒരു കളർ തന്നെ നമ്മുടെ മുടിക്ക് കിട്ടും. തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷം നമുക്ക് മുടി വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ഈ ഒരു കളറായിരിക്കും നമ്മുടെ മുടിക്ക് കിട്ടുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന 2 വ്യത്യസ്തങ്ങളായിട്ടുള്ള ഹെയർ ഡേ ആണ് കാണിച്ചത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കാൻ മറക്കരുതേ. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കില്ലല്ലോ. ഒപ്പം തന്നെ നമ്മുടെ വീഡിയോ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ കൂടി ചെയ്തോളൂ. വീണ്ടും അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.